അരിക്കടക്കെ ആകെ ബുദ്ധിമുട്ടല്ലേ. അപ്പുറത്തൂടെ പോവോ? അയ്യോ അയ്യോ, പാട്ടയും കുപ്പിയും പിന്നെ സ്പീക്കറും ഒക്കെ ആയിട്ട് റോഡിൽ ഇറങ്ങി പ്രസംഗിച്ചതെല്ലാം വെറുതെ ആയി പോയല്ലോ എന്നാണ്. രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയിട്ടുണ്ട്. അമ്മ പെങ്ങന്മാരെ സൂക്ഷിക്കുക, നിങ്ങൾ വീട്ടിൽ തന്നെ സുരക്ഷിതരായിരിക്കുക, ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ച് കാണാതിരിക്കുക. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിങ്ങൾ കുറേ പൈസ പോയെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി വിവരവും വച്ച് തുടങ്ങിയെന്നുള്ളതിനൊരു ഉദാഹരണമാണിതേ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി അവർ സ്വീകരിക്കുന്നത്. ഒരു അമ്മയും ഒരു സ്ത്രീയുമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ കേരള ജനതയ്ക്ക് ബുദ്ധി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. പിന്നെ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പിന്നെ എതിർ പാർട്ടിയാകുമ്പോൾ വായി വരുന്നത് കോതയ്ക്ക് പട്ടുന്ന രീതിയിൽ എന്തും പാടാമല്ലോ. എന്ത് തന്നെയായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചു വരവ് അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇനിയിപ്പോൾ കുറേ ആൾക്കാരുടെ ഉറക്കം അങ്ങ് പോയി കിട്ടും. കാര്യം രാഹുലിനെ വീട്ടിൽ തന്നെ ഇരുത്തിയിരിക്കാം, ഈ വരുന്ന ഇലക്ഷൻ അടിച്ചമർത്താം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, എന്തോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആയിട്ട് തുടരാൻ അനുവദിക്കില്ല എന്നും. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ജനങ്ങളാണ്. ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ആർക്ക് വോട്ടിടണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത് ആരാണ് ഭരിക്കണം എന്നുള്ളത് കൂടി ചേർത്ത്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധവും നല്ല ബുദ്ധിയുമുണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം ആരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് ഓരോരുത്തരും ബുദ്ധിപരമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് രാഹുലിൻ്റെ ഒരു വിജയം തന്നെയാണെന്ന് വേണം പറയാൻ. കാര്യം ഇനിയും ചരിത്രം ആവർത്തിക്കാൻ, അതായത് തെളിവില്ലാതെ ഒരു മനുഷ്യന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തെളിവില്ലാതെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കരിവാരി തേക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിവ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ചരിത്രം ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ.